പ്രണയാംശം. രചന ശ്രീയക്കു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആകാശ് ചോദിക്കുന്ന കേട്ട് കാശി അവൻ നോക്കി കണ്ണു ചിമ്മി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മൂവരും കുഞ്ഞിന്റെ ചെവിൽ പേര് വിളിച്ചു. നിലക്കും ആ പേര് ഇഷ്ടമായി എന്ന് അവളുടെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ കാശിക്ക് മനസ്സിലായി. അതിനാൽ നിറഞ്ഞ പുഞ്ചിരിയോടെ കാശി തന്നെ ഉറക്കെ പറഞ്ഞു, നീലാഞ്ജന കശ്യപ് രഘുറാം. കാശിയുടെ വായിൽ നിന്നും നീലാഞ്ജന എന്ന പേര് കേട്ടതും എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നീലക്കണ്ണുള്ള നമ്മുടെ രാജകുമാരിക്ക് പറ്റിയ പേര് തന്നെ, നീലാഞ്ജന. ആകാശ് പറയുന്ന കേട്ട് എല്ലാവരും അത് ശരിവെച്ചു. പിന്നെ അങ്ങോട്ട് കുഞ്ഞിപ്പെണ്ണിന് എല്ലാവരും സമ്മാനങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു. അരഞ്ഞാണവും ഒരു മാലയും വളയും ആദ്യമേ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ രഘുറാമും കാശിയും നിലയും കൂടി ഇട്ടുകൊടുത്തിരുന്നു. അതിനു പുറമെ എല്ലാവരും കുഞ്ഞിപ്പെണ്ണിന് മാലയും വളയും മോതിരയും തളയും ഡ്രസ്സുമെല്ലാം നൽകി. എല്ലാം കൂടി ആയതും കുഞ്ഞിപ്പെണ്ണ് തനി സ്വഭാവം പുറത്തെടുത്തു. അവളെ കൊണ്ട് എത്ര സൗണ്ട് എടുത്ത് കരയാൻ പറ്റുമോ അത്രയും സൗണ്ട് എടുത്ത് കരയാൻ തുടങ്ങി. കാശി അവളെ എടുത്ത് സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും കരച്ചിലിന്റെ ശബ്ദം കുറഞ്ഞല്ലാതെ കരച്ചിൽ നിർത്തിയിരുന്നില്ല. മോനെ കാശി, നീ ഇനി കുഞ്ഞിനെ നിലയുടെ കയ്യിലേക്ക് കൊടുക്ക്. കുറെ നേരമായില്ലേ കുഞ്ഞ് പാല് പിടിച്ചിട്ട്, കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും. പിന്നെ ഈ ദേഹത്തെ ആഭരണങ്ങളെല്ലാം ഇട്ട് അതിന് അസ്വസ്ഥതയുണ്ടാവും. എല്ലാം ഒന്ന് ഊരി മാറ്റിയൊന്ന് തുടച്ച് വൃത്തിയാക്കി പാലും കൂടി കുടിച്ചൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് ഉഷാറായിക്കോളും. രേഖ പറയുന്ന കേട്ട് കാശി വേഗം തന്നെ കുഞ്ഞിനെ രേഖയുടെ കയ്യിലേക്ക് കൊടുത്ത് നിലത്തുനിന്ന് എഴുന്നേറ്റു. നിലയും പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം രേഖ നിലയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ വെച്ച് കൊടുത്തു. അവളെയും കൂട്ടി താഴത്തുള്ളൊരു മുറിയിലേക്ക് പോയി. ബാക്കിയുള്ളവരെല്ലാം പിന്നെ സദ്യയുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. സദ്യയെല്ലാം അവരുടെ തന്നെ കാറ്ററിംഗിലാണ് ഏൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് അവർ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്നു. രണ്ടു കൂട്ടം പായസം അടക്കം എല്ലാ വിഭാഗങ്ങളോടും കൂടിയ സദ്യയായിരുന്നു അവർ ഒരുക്കിയിരുന്നത്. 10-20 പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയ ഡൈനിങ് ടേബിൾ ആയതുകൊണ്ട് തന്നെ അകത്തന്നെയാണ് അവർ ഭക്ഷണം വിളമ്പിയത്. നിളക്കും ഇതൊക്കും ഒരു തരത്തിലുള്ള അപരിചിതത്വം അവിടെ തോന്നാത്ത രീതിയിലാണ് ബാക്കിയുള്ളവർ അവരോട് പെരുമാറിയത്. അതിനാൽ അവരും എല്ലാ കാര്യത്തിനും അവരുടെ ഒപ്പത്തിനൊപ്പം നിന്നു. നിളക്ക് തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തോത് വിഷമം തോന്നിയെങ്കിലും അതെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞു വന്ന് കഴിഞ്ഞാൽ നികത്താനുള്ള അവസരം തരാമെന്ന് പറഞ്ഞ് അവരവളെ സമാധാനിപ്പിച്ച് ഒരിടത്തായിരുത്തി. അകത്ത് സ്ത്രീജനങ്ങളെല്ലാം ഭക്ഷണം എടുത്ത് വെക്കുന്ന കണ്ട് കാശിയും കൂട്ടി കാണിലേക്ക് ഇറങ്ങിയതായിരുന്നു ആകാശ്. അവൻ സുനിതയും കൃതിയുടെ കാണാത്തിനും പറ്റി കാശിയോട് സംസാരിച്ചെങ്കിലും കാശി തനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന മട്ടിൽ ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ജോയൽ അവരുടെ അടുത്തേക്ക് വന്നത്. കാശി, ദാ നീ ബിസിയാണോ? ഇപ്പൊ അവനെന്ത് ബിസിയല്ല, കുറച്ച് കഴിയുമ്പോഴല്ലേ ബിസിയാവുള്ളൂ. ജോയൽ ചോദിക്കുന്ന കേട്ട് ആകാശ് കാശി ഒന്ന് ഇരുത്തി നോക്കി. ഇത് പറഞ്ഞതും കാശി ഫോണിൽ നിന്ന് ശ്രദ്ധ മാറ്റി അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. അല്ല, അച്ഛമോൻ എന്താണാ ഉദ്ദേശിച്ച്? അല്ല, നമ്മുടെ അഞ്ചുമോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നീ ബിസി ആയിരിക്കുമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ച്. അല്ല, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് കാശി, ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നിനക്കെന്നുള്ള വിശ്വാസം ഞാൻ ഒരിക്കലും മുതലെടുത്തുമല്ല. എന്തോ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി, അതുകൊണ്ട് വിട്ടുകളയാനും തോന്നുന്നില്ല. ജോയൽ പറയുന്ന കേട്ട് ആകാശിന് അവൻ എന്താണ് പറയാൻ പോകുന്നത് വ്യക്തമായി. അതുകൊണ്ട് തന്നെ അവൻ്റെ ദൃഷ്ടി കാശിയുടെ മേലായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് യാതൊരു ഭാവവ്യത്യാസമില്ലാതെ കൈയും കെട്ടി അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കാശി. ഇഷ്ടപ്പെട്ടു പോയടാ, എനിക്ക് തന്നേക്കാവോ അവളെ? പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നൊന്നും പറയുന്നില്ല. എന്നാൽ എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നോക്കിക്കോളാം, എൻ്റെ നല്ല ബാധിയായി. അത്രയും കാശിയെ നോക്കി പറഞ്ഞിട്ടും അവൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള റിയാക്ഷൻ ഇല്ലെന്ന് കണ്ട് ജോയലിൻ്റെ മുഖം മങ്ങി. കഴിഞ്ഞോ നിന്റെ കുമ്പസാരം? അല്ല, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു, കേൾക്കാൻ ഞാൻ റെഡിയാ. എടാ ഞാൻ നിർത്ത്. പൊന്നുമോനെ ഇത്രയും പറഞ്ഞ ഒപ്പിച്ചല്ലേ? അപ്പോൾ ആ പെൺകുട്ടിയുടെ പേരും കൂടി പറഞ്ഞേക്ക്. നിള. നിന്റെ ഇഷ്ടം അവിടെ നിൽക്കട്ടെ. നീ ഇക്കാര്യം അവളോട് പറഞ്ഞോ? ഇല്ല, നിന്റെ അഭിപ്രായമായിട്ട് പറയാമെന്ന് വിചാരിച്ച. അതെന്തിനാ എൻ്റെ അഭിപ്രായം? ഇപ്പം അവിടെ മേലെ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് നിനക്കും നിലക്കുമാണ്. അങ്ങനെയുള്ളപ്പോൾ നിന്നോട് തന്നെ ആദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നിലയോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയാനും. അവൾക്കും സമ്മതമാണെങ്കിൽ നിലയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഓ, വെൽ പ്ലാൻഡ് ആണല്ലേ? അപ്പം അങ്ങനെയാണല്ലോ കാര്യങ്ങളുടെ കിടപ്പ്. എന്നാൽ ഞാൻ പറയുന്നു, എനിക്ക് സമ്മതമല്ല. നീ എന്ത് ചെയ്യും? നിന്റെ ഇഷ്ടത്തെ മറക്കുമോ? അയ്യടെ കോപ്പേ, അങ്ങനെയെങ്ങാനും പറഞ്ഞാൽ കുഞ്ചിത്ത് കൂമ്പിനെടുക്കും. മര്യാദ സമ്മതിച്ചോ? ഭീഷണിയാണോ? ഭീഷണിയൊന്നുമല്ലടാ. അവളെ എനിക്കാണ് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. നീ ഒന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അളിയനോടാ. എന്നെൻ്റെ അളിയൻ പോയി ധൈര്യമായിട്ട് എൻ്റെ അനിയത്തോട് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞോ? അപ്പം നിനക്ക് സമ്മതാണല്ലേ? നിനക്ക് മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലേടാ. ഇനി വല്ല പച്ച മലയാളം കൂട്ടി പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായി അളിയാ, മനസ്സിലായി. ഹോ, ഇപ്പോഴൊന്ന് സമാധാനമായത്. ഹോ, അധികം സന്തോഷിക്കാൻ വരട്ടെ. നിളക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാനിതിന് പൂർണ്ണ സമ്മതം പറയൂ. അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം അളിയാ. സമ്മതിപ്പിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലളിയ, ഞാൻ നിന്നോട് ഇതെല്ലാം പറയുമ്പോൾ നിന്റെ മുഖത്ത് യാതൊരത്തിലുള്ള ഞെട്ടലും കണ്ടില്ലല്ലോ. അതെന്താ? നിന്റെ ആ സുഖം നീ ഇന്ന് അവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായി. നിന്റെ ഓവർ കെയറിങ്ങും മിനിറ്റിന് പോയി അവളുള്ള സംസാരവും
അവൾ ഒരു നിമിഷം കാണാതായ കോഴി മുട്ടയിട നടക്കുന്ന പോലെയുള്ള നടത്തമെല്ലാം കണ്ട ഏത് പൊട്ടനും കാര്യം മനസ്സിലാവും. മനസ്സിലായില്ലേ? അത് കളിക്കണ്ട. പിന്നെ നീ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയുന്നതിനൊക്കെ മുമ്പ് ഞാനൊരു കാര്യം പറയാം. അവൾ ഒരിക്കലും നീ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിന്നെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവൾ പറയാൻ പോകുന്ന ഉത്തരം അവളുടെ ചേച്ചി, അതായത് എൻ്റെ പെണ്ണ് നില ആരെയാണ് അവൾക്ക് വേണ്ടി കണ്ടെത്തുന്നത് അവനെ ആ വിവാഹം ചെയ്യുക എന്നാവും. അതുകൊണ്ട് കൂടുതൽ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടൊന്നും അവളുടെ അടുത്തേക്ക് പോകണ്ട. എടാ, അപ്പം അവളെനിക്ക് കിട്ടില്ലെന്നാണ് നീ പറഞ്ഞു വരുന്നത്. അങ്ങനെയല്ലടാ, അവർ രണ്ടാളും അവരുടെ ചേച്ചി എന്ന ലോകത്ത് ജീവിക്കുന്ന കുട്ടികളാണ്. അങ്ങനെയുള്ളവർ ഒരിക്കലും തങ്ങളുടെ ചേച്ചിയെ ധിക്കരിച്ച് ഒന്നും ചെയ്യില്ല. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഞാൻ. നിനക്കൊരു മുന്നറിയിപ്പ് തന്നോ. ആദ്യം നീ പോയി നിന്റെ ഇഷ്ടം അവളെ അറിയിക്കുക. അതിനുശേഷം അവളെ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് അവളുടെ ചേച്ചി വഴി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. നീ പേടിക്കണ്ട, എൻ്റെ പെണ്ണത്ര ഭീകരിയൊന്നല്ലടാ, ഒരു പാവം പൂച്ചക്കുട്ടിയാ. നീ നല്ലവനാണെന്നും അവളുടെ അനിയത്തെ പൊന്നുപോലെ നോക്കാൻ കഴിവുള്ളവനാണെന്നും കണ്ടു കഴിഞ്ഞാൽ അവൾ തീർച്ചയായിട്ടും അവളുടെ അനിയത്തെ നിനക്ക് തരും. എനിക്ക് മനസ്സിലായടാ. എന്നാലും അധികം വൈകാതെ എൻ്റെ ഇഷ്ടം ഞാൻ അവിടെ തുറന്നു പറയും. ബാക്കിയെല്ലാം വിധി പോലെ വരട്ടെ. അങ്ങനെ അവൻ്റെ കാര്യം സെറ്റായി. ഇനി എനിക്കെന്താണ് അതിനൊക്കെയുള്ള ഭാഗ്യം കിട്ടുന്നത്? അതിനെൻ്റെ ആകാശൂട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പരിതപിച്ചാൽ പോരാ, കളത്തിൽ ഇറങ്ങണം മിസ്റ്റർ. ഞാൻ സമയമാകുമ്പോൾ ഇറങ്ങി കളിച്ചോളാം. മൂവരും പിന്നെയും നിന്ന് ഓരോ സംസാരിച്ചിരിക്കുമ്പോഴാണ് ശ്രീദേവി വന്ന് അവരെ കഴിക്കാൻ വിളിച്ചത്. അവരകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കി കിടത്തിക്കൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന നില. അവളും കൂടി വന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. നിലയും കാശി ഒരുമിച്ചാണ് ഇരുത്തിയിരുന്നത്. അവർക്ക് ആദ്യം വിളമ്പിക്കൊടുത്തു. അവരെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളവരും കഴിക്കാനിരുന്നത്. എല്ലാവരും ഓരോ സംസാരിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും കാശിയുടെ കുസൃതിയോടെയുള്ള നോട്ടവും സംസാരവും എല്ലാം കേട്ട് വിറയലോട് അവന് നോക്കാതെ ഭക്ഷണം കഴിക്കായിരുന്നില്ല. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് 2 തരം പായസവും കുടിച്ച് എല്ലാവരും എഴുന്നേറ്റപ്പോഴാണ് പുറത്തൊരു കാർ വന്നിരുന്ന ശബ്ദം കേട്ടത്. കാറിന്റെ ശബ്ദം കേട്ട് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇതാരാ ഇപ്പൊ ഈ സമയത്ത് വരാൻ? നീ വേറെ ആരെങ്കിലും ക്ഷണിച്ചുണ്ടായിരുന്നോ കാശി? ഏയ് ഇല്ലല്ലോ. പിന്നെ ഇതാരാ? രാമ, നീ ഒന്ന് പോയി നോക്കി ആരാ വന്നതെന്ന്. ശരി സാറേ. രഘുറാം പറയുന്ന കേട്ട് രാമയുടെ വേഗം തന്നെ പുറത്തേക്ക് വന്ന് ആരാണ് വന്നതെന്ന് നോക്കി. കാറിൽ നിന്നും എടുത്താൽ പൊങ്ങാത്തത്രയും ഹെവി വർക്കായിട്ടുള്ള ഓഫ് ഷോൾഡർ ലൈറ്റ് ബ്ലൂ കളർ വൈഡ് നെക്ക് ഗൗണും ഇട്ട് കൃതിയും വൈറ്റ് സ്ലീവ്ലെസ് ബ്ലൗസും അതിനീർന്ന ബ്ലാക്ക് നെറ്റിന്റെ സാരി എടുത്ത് സുനിത ഇറങ്ങുന്ന കണ്ട് രാമയുടെ വേഗം അകത്തേക്ക് തന്നെ പോയി. ആരാ രാമ വന്നത്? അത് സാറേ സുനിത മേഡം കൃതി മേഡവാ. അപ്പോഴാണ് എല്ലാവരും അങ്ങനെയുള്ള 2 അവതാരങ്ങളുടെ കാര്യോർത്ത് അവരുടെ പേര് കേട്ടതും അത്ര നേരം സന്തോഷത്തോടെ ഇരുന്ന എല്ലാവരുടെയും മുഖത്ത് അവജ്ഞയും ദേഷ്യം ഉടലെടുത്തു. എന്നാൽ അവരിരുവരും ആരാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ നിലയും നിതയും നിളയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. എന്നാൽ മറ്റുള്ളവരുടെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ അവർക്കാർക്കും ഇഷ്ടമില്ലാത്ത ആരാണ് വന്നതെന്ന് മൂവർക്കും മനസ്സിലായി. അത് ആരാണെന്ന് അറിയാൻ വേണ്ടി അവരും ഡോറിലേക്ക് നോക്കി നിന്നു. ഇതെന്താ ആൻറ്റി അധികം ക്രൗഡൊന്നുമില്ലെന്ന് തോന്നുന്നു. ആകെ 4-5 കാർ മാത്രമേ കാണാനുള്ളൂ. ഞാനും അത് തന്നെയാണ് നോക്കിയത്. ഇനി വല്ല സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കുമോ? അതിനാണ് ഇപ്പം നമ്മൾ ഇത്രയും ഒരുങ്ങിക്കെട്ടി വന്ന്. അത് സാറിൻ്റെ കൃതി മോളെ, സിമ്പിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ, നമ്മൾ നമ്മുടെ നിലക്കും വിലക്കത്തുള്ള ഡ്രസ്സ് വേണ്ടി ധരിക്കാൻ. അപ്പം പിന്നെ ഈ ഒരുക്കൊന്നും ഓവറല്ല. അത് ശരിയാ, വീട്ടിലെ ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ഒരുങ്ങിയത്. കൃതി പറയുന്നതായിട്ട് സുനിത ഒരു നിമിഷം അവളെ ഇതാണോ സിമ്പിൾ എന്ന മട്ടിൽ അടിമുടി നോക്കി. ഇനി സംസാരമൊക്കെ അകത്ത് കയറിയിട്ട് ആ മോളെ അവരൊക്കെ നമ്മളെ കണ്ടിട്ടൊന്ന് ഞെട്ടട്ടെ. യെസ് കാശി ബേബിനെ കണ്ണെടുക്കാൻ നോക്കിയിരിക്കുന്ന എനിക്ക് കാണണം. കൃതി തൻ്റെ എടുത്താൽ പൊങ്ങാത്ത ഗൗണും പൊക്കി പിടിച്ച് സുനിതക്കൊപ്പം അതിയായ സന്തോഷത്തോടെ അകത്തേക്ക് കയറി. എന്നാൽ അവിടെ നിൽക്കുന്ന ആകാശിന്റെ വീട്ടുകാരെയും കാശിയുടെ വീട്ടുകാരെയും പിന്നെ തങ്ങൾക്കറിയാത്ത 3 പെൺകുട്ടികൾ നിൽക്കുന്ന കണ്ട് കൃതിയുടെയും സുനിതയുടെയും മുഖമിനുണ്ട്. എന്നാൽ അത് മറച്ചു വെച്ച് സുനിത വേഗം തന്നെ രഘുറാമിന്റെ അടുത്തേക്ക് പോയി. രഘു, നിങ്ങളിത് എവിടെയായിരുന്നു? ഇന്ന് കാലത്ത് എഴുന്നേറ്റ് മുതൽ ഞാൻ എവിടെയെല്ലാം അന്വേഷിക്കായിരുന്നു രഘുവിനെ. ഇവിടെ നടക്കുന്ന ഒരുക്കങ്ങളെല്ലാം കണ്ടപ്പോൾ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അതിന്റെ കാര്യത്തിന് വേണ്ടി പോയതാവെന്ന് കരുതി. പിന്നെ ഞാനും കൃതി മോളും കൂടി നിങ്ങളെല്ലാം എത്തുന്നതിനേക്കാൾ മുമ്പ് പോയി റെഡി ആയിട്ട് വരാമെന്ന് കരുതി പുറത്തുനിന്ന് പോയതാ. അല്ല രഘു, എന്ത് ഫംഗ്ഷൻ അവിടെ നടക്കുന്നത്? വലിയ അധികാരപാത്രി രഘുറാമിന്റെ കയ്യിൽ പിടി സംസാരിക്കുന്ന സുനിതയെ കണ്ട് കാശിക്ക് അതിയായ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ തന്റെ അച്ഛനെ ഓർത്ത് കടിച്ചു പിടിച്ച് നിന്നു. അത് സുനിതേ, ഇന്ന് കാശിയുടെ വിവാഹമായിരുന്നു. ഒപ്പം അവന്റെ കുഞ്ഞിന്റെ പേരുകൾ ചടങ്ങും. രഘുറാമിന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് സുനിതക്കും കൃതിക്കും തങ്ങളുടെ കാതുകളാരോ കൊട്ടിയടച്ച പോലെ തോന്നി. എന്ത്, കാശിയുടെ വിവാഹം കഴിഞ്ഞെന്നോ? അവന്റെ കുഞ്ഞിന്റെ പേരിൽ ചടങ്ങായിരുന്നോ? എന്തൊക്കെയാ രഘു താനീ പറയുന്നത്? അതെങ്ങനെ നടക്കും? കാശിയുടെ ഭാര്യയാൻ പോകുന്ന നമ്മുടെ കൃതിമോളല്ലേ? പിന്നെ വിവാഹം കഴിഞ്ഞ അപ്പം തന്നെ എങ്ങനെയാ കുഞ്ഞുണ്ടാവുന്നത്? സുനിതയ്ക്ക് എല്ലാം കൂടി കേട്ട് തലയാകെ പെരിക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു മിനിറ്റ്, നിങ്ങളെന്താ പറഞ്ഞു? എൻ്റെ ഭാര്യയാവാൻ പോകുന്ന കൃതിയാണെന്നോ? അത്ര നേരം മിണ്ടാതിരുന്ന കാശിയുടെ ശബ്ദം കേട്ട് സുനിത അവന്റെ മുഖത്തേക്ക് നോക്കി. പറ, ഈ നിൽക്കുന്ന നിങ്ങളുടെ ആങ്ങളുടെ മകളെ വിവാഹം കഴിക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ?
അവനൊരിക്കലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെന്നും എന്തിനേറെ തന്നോട് ഇന്നേവരും സംസാരിച്ചിട്ട് പോലുമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ മൗനം പാലിച്ച് തന്റെ ഉള്ളിലൂടെ നടക്കുന്ന ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലേ സത്യം? പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ ഇവിടെ കിടന്ന ഒരു ഷോ നടത്തുന്നത്? പിന്നെ എന്റെ വീട്ടുകാരുടെയും കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്കാരാ അധികാരം നൽകിയത്? ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ, എന്റെ അച്ഛൻ ഓർത്തുകൊണ്ട് മാത്രമാ നിങ്ങളെ വീണ്ടും ഇവിടെ താമസിക്കാൻ ഞാൻ അനുവദിച്ച്. അതും നിങ്ങളുടെ എല്ലാ കാലവും ഇവിടെ എന്റെ അച്ഛന്റെ ഭാര്യയായി വാഴിക്കാൻ വേണ്ടിയല്ല, പകരം ഒഴിവാക്കാൻ വേണ്ടിയാ. ഒരു നല്ല ഭാര്യയാവാനോ ഒരു നല്ല അമ്മയാവാനോ നിങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീയുടെ ആവശ്യം ഇവിടെ ഞങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞേക്കാം. അച്ഛനെ കൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടീസ് വരും. മര്യാദയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിന് ഇനിയും കടിച്ചു തൂങ്ങാതെ അതിൽ ഒപ്പിട്ട് തന്നേക്കണം. കാശി പറയുന്ന കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കാനും സുനിത. അവരൊരിക്കലും ഇത്ര പെട്ടെന്ന് കാശിയുടെ അടുത്ത് ഇങ്ങനെ നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. തന്റെ കണക്കൂട്ടലുകളെല്ലാം ഇവിടുന്ന് പടിയിറങ്ങുന്ന നിമിഷം തെറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചെടുക്കണമെന്നായിരുന്നു അവരുടെ മനസ്സിൽ. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ അവർ അന്നേരം ഒരുക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു പൊട്ടിക്കരച്ചിലോടെ രഘുറാമിന്റെ കാലത്തിലേക്ക് വീണു. രഘു, എന്നെ പറഞ്ഞു വിടരുത്. എനിക്കറിയാം രഘു, ഞാൻ ചെയ്തെല്ലാം തെറ്റായിരുന്നു. തെറ്റിയിരുത്ത് എനിക്കൊരു അവസരം കൂടി തരണം രഘു. ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഇവിടെ. സുനിതയുടെ ആ കരച്ചിൽ കണ്ട് രഘുറാമിന് നിലക്ക് അവരുടെ സഹതാപം തോന്നി. നീതക്കും നിലക്ക് അവരറിയില്ലെങ്കിൽ കൂടി അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിനയമാണെന്ന് അവരുടെ കാട്ടിക്കൂട്ടൽ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. അതിനാൽ സുനിത കരയുന്നുണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ബാക്കിയുള്ളവരുടെ എല്ലാം മുഖത്ത് പുച്ഛവും പരിഹാസമായിരുന്നു. എന്തിനേറെ കൃതിയുടെ മുഖത്ത് പോലും അവരുടെ അഭിനയം കണ്ട് അയ്യേ എന്ന ഭാവമായിരുന്നു. എന്താ സുനിതയെ നീ കാണിക്കുന്നത്? എഴുന്നേൽക്ക്. രഘുറാം പരമാവധി അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അവരെഴുന്നേൽക്കാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. മര്യാദയ്ക്ക് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഡ്രാമ അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കും ഞാൻ. പറഞ്ഞില്ല എന്ന് വേണ്ട. കാശിയുടെ ഭീഷണിയോടുള്ള സ്വരം കേട്ടതും സുനിതയുടെ കരച്ചിൽ സ്വിച്ച് ഇട്ട പോലെ നിന്നു. അവർ വേഗം കണ്ണുടച്ച് നിലത്തുനിന്ന് എഴുന്നേറ്റ് നിന്നു. എന്നാൽ ആ സമയത്ത് അവരുടെ മുഖം കണ്ട് അത്ര നേരം ദേഷ്യത്തോടെ നിന്നവർക്ക് പോലും ചിരി വന്നു. കാരണം അവരുടെ മുഖത്തടിച്ച പുട്ടി മുഴുവൻ ഇളകിപ്പോയിരുന്നു. കണ്ണിലെഴുതി ഐലൈനറും മസ്കാരയും എല്ലാം മുഖത്തേക്ക് ഒഴുകിയിറങ്ങി ആകെ ഒരു വല്ലാത്ത കോലമായി മാറിയിരുന്നവർ. മോനോ? ആരുടെ മോൻ? കൂടുതൽ എന്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കാൻ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി ഇവിടെ നിന്നാൽ തനിക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കിയ സുനിത മുഖത്ത് സങ്കടം വാരി ഉതറി അടുത്ത് നിൽക്കുന്ന കൃതിയുടെ കൈയും പിടിച്ച് അവരുടെ മുറിയിലേക്ക് നടന്നു നീങ്ങി. ആന്റി, ആന്റി എന്താ ഈ കാണിക്കുന്നത്? എന്നെ വിട്. എനിക്ക് കാശി ബേബിയോട് സംസാരിക്കണം. അവൻ എന്റെയാ, എന്റെ. അവൻ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അവൻ എന്നെ എല്ലാം മറ്റാരെങ്കിലും യുവാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലും ഞാൻ അവളെ. എന്റെ കൃതി നീ ഒന്ന് അടങ്ങ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് തന്നെ വിനയാവും. ആ പറഞ്ഞു കേട്ടില്ലേ എന്നെ ഇവിടുന്ന് അടിച്ചേർക്കാൻ പോവാണെന്ന്? അങ്ങനെയുള്ള അവന്റെ മുമ്പിൽ നിന്ന് അവനെതിരെ അവൻ താലി കിട്ടുകൊണ്ടെന്ന പെണ്ണിനെതിരെ സംസാരിച്ച അവൻ നമ്മൾ ആ നിമിഷം ഇവിടുന്ന് ഇറക്കി വിടും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായൊരു പ്ലാൻ വേണം. സുനിത പതിഞ്ഞ സ്വരത്തിൽ കൃതിയോട് ചേർന്ന് നിന്ന് അവളെ സമാധാനിപ്പിക്കാൻ ഇത് പറഞ്ഞെങ്കിലും അവളുടെ മുഖം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ മോളെ, നീ ഈ ആന്റിയെ വിശ്വസിക്ക്. കാശി അവൻ നിനക്കുള്ള തന്നെയാ. മറ്റൊരുത്തി അവന്റെ ഭാര്യയായിട്ട് ഇവിടെ വാഴിക്കില്ല ഞാൻ. പിന്നെ അവന് കൊച്ചുണ്ടെന്ന് പോലും അതിന്റെ സത്യാവസ്ഥയും കണ്ടുപിടിക്കണം. അങ്ങനെ അത് അവന്റെ കുഞ്ഞ് തന്നെയാണെന്ന് തെളിഞ്ഞ അതിനെയും അതിന്റെ തള്ളയെയും ഇരുചെവിയേറിയാൽ തീർത്തിരിക്കും. അത് ഈ ആന്റി എന്റെ കൃതിമോൾക്കിരുന്ന വാക്കാ. സുനിത കുടിലതയോടെ കൃതിയോട് ഇത് പറഞ്ഞതും അവളുടെ മുഖത്തും ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. സുനിതയും കൃതിയും മുറിയിലേക്ക് പോയതും രഘുറാം ഒരു തളർച്ചയോടെ അയാളുടെ മുറിയിലേക്ക് പോയി. അയാളുടെ ആ പോക്ക് നോക്കുന്ന എല്ലാവർക്കും വല്ലാത്ത വിഷമം തോന്നി. കാശി, നീ നിന്റെ അച്ഛനടുത്തേക്ക് ചെല്ല്. ഇപ്പൊ രഘുവിന് ഏറ്റവും ആവശ്യം നിന്നെയാണ്. അവന്റെ ആ വെന്ത് നീർന്ന മനസ്സിനൊരു സാന്ത്വനമേകാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. ഹർഷന് വന്ന് രഘുറാം പോകുന്ന നോക്കി വേദനയോടെ നിൽക്കുന്ന കാശിയുടെ തോളിൽ കൈവച്ച് പറഞ്ഞതും അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ നോട്ടം കണ്ട അയാൾ അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അത് കണ്ട് അവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രഘുറാമിന് പുറകെ അയാളുടെ മുറിയിലേക്ക് പോയി. കാശി മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് തലയിൽ കൈ താങ്ങി കട്ടിലിരിക്കുന്ന രഘുറാമിനെയാണ്. കാശി ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അയാളുടെ അടുത്തായി വന്നിരുന്ന് അയാളുടെ ഇടത് കൈ കൂട്ടിപ്പിടിച്ച്. അച്ഛന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ വേണ്ട അച്ഛ, ഇനിയും എൻ്റെ അച്ഛൻ നീറി നീറി ജീവിക്കുന്ന കാണാൻ എന്നെ കൊണ്ട് വയ്യ. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ കാണാൻ തുടങ്ങിയതാ ഞാൻ എൻ്റെ അച്ഛനെ ഈ അവസ്ഥ. എന്തിനു വേണ്ടി അച്ഛാ ഇങ്ങനെ തിരിച്ചിട്ടാതെ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ സ്ത്രീ അച്ഛന് ഭർത്താവ് എന്ന പരിഗണന നൽകിയിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ പണത്തിനും സുഖ സൗകര്യങ്ങൾക്കും മാത്രമായിരുന്നില്ല മുൻതൂക്കം. അതിനുവേണ്ടിയല്ലേ അച്ഛനെയും കുഞ്ഞായിരുന്ന എന്നെ ഉപേക്ഷിച്ച് അവർ മറ്റൊരുത്തിന്റെ പിറങ്ങിപ്പോയത്? അങ്ങനെയുള്ള ആ സ്ത്രീ ഇവിടെ തിരികെ വന്നപ്പോൾ തന്നെ കയറ്റിയത് അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ. അന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവരോട് താമസിപ്പിക്കാൻ അനുവദിച്ച്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.